ആനക്കൂട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. തൊടുപുഴ സരസ്വതി സ്കൂളിൽ നടന്ന പരിപാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.കെ. സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ആനക്കൂട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. തൊടുപുഴ സരസ്വതി സ്കൂളിൽ നടന്ന പരിപാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.കെ. സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചാണ് ഈ അസോസിയേഷൻ. എന്തായാലും മറ്റുള്ള അസോസിയേഷൻ തൊടുപുഴയെ സംബന്ധിച്ച് 100 അസോസിയേഷൻ തുടങ്ങിയെങ്കിൽ പലതും നിന്നുപോയ സാഹചര്യം. ഇന്ന് ഇത്രയും ഈ വൈകിയെങ്കിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുമ്പോഴും ഒക്കെ നല്ല രീതിയിലുള്ള സാന്നിധ്യവും സഹകരണവും സഹായവും ഒരു വീട്ടിൽ വളരെ 1-2 വീടുകളിൽ നിന്നുള്ള സഹകരണം കുറവ് മാത്രമേ. തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ. ദീപക് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്പോൺസ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുത്ത കെ. ശശിധരനെയും കോപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ബിജു മാത്യുവിനെയും 2024 തകിൽമേള അവാർഡ് അർഹനായ ദാസിനെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ജനിച്ച അസോസിയേഷൻ കുടുംബാംഗങ്ങളായ 14 പേരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ച യോഗത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും ഒരുക്കിയിരുന്നു. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ ബിജു മാത്യു, കേരള സ്പോർട്സ് കൗൺസിൽ അംഗം ശശിധരൻ, അഡ്വക്കേറ്റ് എസ്. പ്രവീൺ, MI സുകുമാരൻ, ശ്രീവത്സൻ കെയർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ്. പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു. പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തിരികെ എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു. എക്സ്ചേഞ്ച് ഓഫർ. പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം. പെരുന്നിലം ജുവലേഴ്സ്, കാഞ്ഞിരമറ്റം ജംഗ്ഷൻ, മാർക്കറ്റ് റോഡ്, തൊടുപുഴ.